ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ തിയേറ്ററിനകത്ത് ഇരുന്ന് തലതല്ലി പൊളിക്കാനാണ് തോന്നി. ക്ലൈമാക്സിന് എടുക്കുമ്പോഴത്തേക്കുള്ള ഡയലോഗുകളൊക്കെ വെച്ചാൽ അസഹനീയമാണ്. ഇത് റാഞ്ചിൽ എങ്ങനെയാണോ അതേ മീറ്ററിലാണ് പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. ഏതാണ്ട് കുറേയൊക്കെ ഒത്തിട്ടുണ്ട്. ജയിലിലടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് സിനിമ കൊണ്ട് തോന്നിയത്. റിലേറ്റബിൾ സീൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ വർക്കാവും, അല്ലാത്തവർക്ക് ടൈം ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പം ബോറടിച്ചൊക്കെ ഇരിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ധനുഷ് നായകനായിരുന്ന തേരെ ഇഷ്കമേം സിനിമ കണ്ടിറങ്ങിയ ഓഡിയൻസോട് എങ്ങനെയാണെന്ന് ചോദിച്ചേക്കാം. നിങ്ങളുടെ സിനിമ കണ്ടവരാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അപ്പം നേരെ തേരെ ഇഷ്കമേം റിവ്യൂലേക്ക്. പടം കഴിഞ്ഞ പടങ്ങളെ വെച്ച് നോക്കണമെങ്കിൽ അത്ര വലിയൊരു ഇതില്ല, കണ്ടിരിക്കാം. പെർഫോമൻസ് വൈസ് കൊള്ളായിരുന്നു. പിന്നെ പ്രകാശ് രാജ് സാറിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പടം അത്ര പോരാ കേട്ടോ, ലാഗായിരുന്നു. ലാഗായിരുന്നു. ധനുഷിന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? പെർഫോമൻസ് കൊള്ളായിരുന്നു, ധനുഷിന്റെ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അവരുടെ കോംബോ ഒക്കെ വർക്കൗട്ടായിരുന്നു. പക്ഷെ കഥ അത്ര പോരാ. ഭയങ്കര ട്രാഗാണോ? നല്ല സിനിമ. ഫസ്റ്റ് ഹാഫ് ഓക്കെ ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് നല്ല ഇമോഷണൽ. ലാസ്റ്റ് ഒക്കെ ആകുമ്പം ചെറിയ വിഷമമൊക്കെ വരും. അത്ര അവരുടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. മൊത്തത്തിൽ നല്ല സിനിമയാണ്. പടം പറഞ്ഞ പോലെ തന്നെ ഈ പെർസ്പെക്റ്റീവ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആൾക്കാരുടെ എങ്ങനെ ആൾക്കാർ എടുക്കില്ല എന്നൊന്നും അറിയാൻ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ. ഇതിപ്പം റിലേറ്റബിൾ സീൻസ് ഒക്കെ ഉള്ളവർക്ക് നല്ലപോലെ വർക്കാവും, അല്ലാത്തവർക്ക് ടൈം ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട് ചിലപ്പം ബോറടിച്ചൊക്കെ ഇരിക്കാം. എനിക്ക് പേഴ്സണലി വർക്ക് ആയിട്ടുണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. അവർ രണ്ടുപേരും പെർഫോമൻസും കൊള്ളായിരുന്നു. ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ആക്ടേഴ്സ് പെർഫോമൻസ് വൈസ് പടം നല്ലപോലെ കയറിയിട്ടുണ്ട്. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഡിപ്പെൻസ് പെർസ്പെക്റ്റീവ്. പടം ഓവറോൾ മ്യൂസിക്കും മേക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് തിയേറ്ററിൽ വന്നിരുന്ന് കാണാൻ കൊള്ളാം. കുഴപ്പമില്ല, കണ്ടിരിക്കുക. മ്യൂസിക്കൽ ഡ്രാമയാണോ? ഡാൻസിന് എന്താണോ അതുപോലെയൊക്കെ തന്നെയാണുള്ളത്. ടിപ്പിക്കൽ ആനന്ദൽ റൈപ്പ് പടം. സയ്യാറയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? സയ്യാറ് ഇവിടെ കിടക്കുന്ന ഇത് ഇവിടെ കിടക്കുന്ന രണ്ട് ഫിലിം മേക്കേഴ്സാണ്. അപ്പം എന്താണ്, അന്ന് ആഷിഖി 2 വന്നു, അപ്പോൾ സയ്യാറ വന്നു. അതേ മീറ്ററാണ് സയ്യാറ. ഇത് റാഞ്ചിൽ എങ്ങനെയാണോ അതേ മീറ്ററിലാണ് പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. ഏതാണ്ട് കുറേയൊക്കെ ഒത്തിട്ടുണ്ട്. സെയിം ടെംപ്ലേറ്റ്, ഡിഫറെന്റ് അപ്രോച്ച് ഒന്നുമില്ല. സെയിം ടെംപ്ലേറ്റ്, എല്ലാ ലവ് സ്റ്റോറിയുടെ സ്ട്രക്ചർ തന്നെയാണ് ഇതിൻ്റെ അകത്ത്. റാഞ്ചിന് എങ്ങനെയാണോ കുറച്ചും കൂടെ ക്യാരക്ടറിലൊക്കെ പിടിച്ചിട്ടുണ്ട്. എമോഷണലി കണക്ട് ആവുന്നുണ്ടോ സിനിമ? കണക്ട് ആവേണ്ടവർക്ക് കണക്ട് ആവും. എല്ലാവർക്കും ഒരേ അനുഭവം. എല്ലാവർക്കും ലവ് ഫെയിലിയർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. കണക്ട് ആവേണ്ടവർക്ക് എന്തായാലും കണക്ട് ആവും. സിനിമ സത്യം പറഞ്ഞാൽ തിയേറ്ററിനകത്തിരുന്ന് മുഷിഞ്ഞളിഞ്ഞ് അസഹനീയമായിട്ടുള്ള എനിക്ക് എന്തോ ഒരു കാരാഗൃഹത്തിൽ നമ്മൾ അടയ്ക്കും. നമ്മളിപ്പോൾ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് സിനിമ കൊണ്ട് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തം പറയുന്നത് ഭയങ്കര അരാജകത്വപരമായ കാര്യങ്ങൾ മറ്റേ ഷുഗർ കോട്ട് ചെയ്ത് ഭയങ്കര കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇമോഷണലി ഭയങ്കര കണക്ട് ആവണം എന്നൊക്കെ രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് ഒരിടത്തും കണക്ട് ആയില്ല. ഒരു ഡയലോഗുകളാണ് ഇതിൻ്റെയൊക്കെ അത്രയ്ക്കും മനുഷ്യത്വ വിരുദ്ധപരമായ കാര്യങ്ങളാണ്. വളരെ എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സിന് എടുക്കുമ്പോഴത്തേക്കുള്ള ഡയലോഗുകളൊക്കെ വെച്ചാൽ അസഹനീയത്തിൻ്റെ ഒരു പാരമ്യതയിലെത്തുന്ന ഒരു സംഭവങ്ങളാണ്. ഒന്ന് കങ്കു ഇതിനേക്കാളൊക്കെ എത്രയും ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. കങ്കു കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതൊക്കെയാണ് തോന്നിയെങ്കിൽ ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ തിയേറ്ററിനകത്ത് ഇരുന്ന് തലതല്ലി പൊളിക്കാനാണ് തോന്നിയത്. അത്രയ്ക്കും മോശം എക്സ്പീരിയൻസ്.